ഓണം ശ്രീവത്സത്തിനൊപ്പം പൊന്നാക്കാം. ശ്രീവത്സം സിൽക്സ് അവതരിപ്പിക്കുന്നു നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ഓണപ്പൊന്ന് 2025. ഗർഭാശയ നീക്കം അപൂർവ ശസ്ത്രക്രിയ ലൈഫ് ലൈനിൽ. ഇടുപ്പിനുള്ള വൈകല്യം മൂലം കാൽ മടക്കി വെക്കുവാൻ പറ്റാത്ത ഒരു രോഗിയുടെ ഗർഭാശയം കഴിഞ്ഞ ദിവസം അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നേരെ കിടത്തി ലാപ്രോസ്കോപ്പി വഴി നീക്കം ചെയ്തു. ലൈഫ് ലൈൻ ആശുപത്രി ഗൈനക് ലാപ്രോസ്കോപ്പി വിഭാഗം മേധാവി ഡോക്ടർ സിറിയക് പാപ്പച്ചൻ നേതൃത്വം നൽകി. വിറ്ററിൻ ഹിച്ച് ടെക്നിക് ഉപയോഗിച്ചാണ് ലാപ്രോസ്കോപ്പി സർജറി നടത്തിയത്. അപ്പൊ ഇതിനകത്ത് ഒരു പ്രത്യേകത വെച്ചാൽ സാധാരണ നമ്മള് കീബോൾ ശസ്ത്രക്രിയ ചെയ്തത് കാലകത്ത് വെച്ചിട്ട് ലിത്തോട്ടമി പൊസിഷൻ പോലെ അല്ലെങ്കിൽ സെമി ലിത്തോട്ടമി പൊസിഷൻ പോലെ ആ ഒരു പ്രത്യേക രീതിയിലാണ് സാധാരണ കീബോൾ ശസ്ത്രക്രിയ ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ നമ്മുടെ ശസ്ത്രക്രിയ ചെയ്ത് ഈ കാല് പ്രോബ്ലം ഉണ്ട് നേരെ കിടത്തിയാണ് ശസ്ത്രക്രിയ ചെയ്യുന്നത്. ഇത് ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ കീബോൾ ശസ്ത്രക്രിയ നേരെ കിടത്തി യൂട്രസ് നീക്കം ചെയ്യുന്നത്. നമ്മൾ ഒത്തിരി റിസർച്ച് നോക്കി, അപ്പം അത് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ പുള്ളിക്കാരിക്ക് പൂർണ്ണ ആരോഗ്യമായിട്ട് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റി. യൂട്രസ് നമ്മൾ ഒരു സ്പെഷ്യൽ രീതിയിലാണ് അതിനകത്ത് മാനിപ്പുലേഷൻ കാര്യങ്ങൾ യൂട്രസ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയാണ് ശസ്ത്രക്രിയ ചെയ്ത് അത് പുറത്തുവരുന്നത്. ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് കീബോൾ സർജറിയാണ്. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ ഞങ്ങൾ പറയാറുണ്ട്, ഒരു ഡെലിവറി ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ നമ്മൾ കഴിവതും കീബോളിൽ കൂടെ തന്നെ ട്രീറ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. എന്ന് വെച്ചാൽ അത്രയും അഡ്വാൻസ്ഡ് ആണ് നമ്മുടെ മെഡിക്കൽ ടെക്നോളജീസും, അത്രയും എക്സ്പീരിയൻസ്ഡ് ആണ് നമ്മുടെ പല ഡോക്ടേഴ്സ്. അതുകൊണ്ട് ഒരുമാതിരി ഒരു 99% സർജറീസ്, ഈവൻ നമ്മള് പണ്ട് പറഞ്ഞിരുന്ന തൈറോയിഡൊക്കെ ഓപ്പൺ സർജറി എന്ന് പറഞ്ഞത് പോലും ഇപ്പൊ നമ്മള് കീബോൾ അതായത് താക്കോൽദ്വാരം വഴിയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പൊ ഡോക്ടർ സിറിയക് പറഞ്ഞ ഈ യൂട്രസിന്റെ സർജറി. ഇത്തരത്തിൽ താക്കോൽ ദ്വാരം വഴി നേരെ കിടത്തിയുള്ള ഗർഭാശയ നീക്കം നേരത്തെ എവിടെയും ചെയ്തതായി രേഖപ്പെടുത്തിയിട്ടില്ല. സാധാരണയായി രോഗിയുടെ കാലുകൾ മടക്കി വെച്ച് യോനി വഴിയാണ് ഗർഭാശയ നീക്കം നടത്തുന്നത്. എന്നാൽ ഇടത് ഇടുപ്പിലെ ജോയിന്റ് ഇല്ലാത്ത അവസ്ഥയായിരുന്നതിനാൽ കൊട്ടാരക്കര സ്വദേശിനിയായ 66 വയസ്സുകാരിക്ക് കാലുകൾ മടക്കി വെക്കുവാൻ ഒരു രീതിയിലും സാധിക്കുമായിരുന്നില്ല. ഗർഭപാത്രം ഇറങ്ങി വരുന്ന അസുഖമായിരുന്ന ഇവർ കഴിഞ്ഞ 6 മാസങ്ങളായി അനവധി ആശുപത്രികളെ സമീപിച്ചെങ്കിലും ഡോക്ടർമാർ പരമ്പരാഗതമായ ഓപ്പൺ സർജറിയാണ് നിർദ്ദേശിച്ചത്. അതിന് തയ്യാറാകാൻ വിസമ്മതിച്ച രോഗി ഈ മാസം ആദ്യം ലൈഫ് ലൈൻ ആശുപത്രിയിലെത്തി. ഈ മാസം മധ്യത്തോടുകൂടി ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ അവർ 3 ദിവസങ്ങൾക്ക് ശേഷം പൂർണ്ണ ആരോഗ്യവതിയായി ആശുപത്രി വിട്ടു. താക്കോൽ ദ്വാരം വഴിയുള്ള ശസ്ത്രക്രിയ ആയിരിക്കുന്നതിനാൽ വളരെ ചെറിയ മുറിവുണ്ടാകേണ്ടതായേ വന്നുള്ളൂ എന്നതിനാൽ രക്തം ചോരുന്നതും വേദന ഉണ്ടാകുന്നതും ഒഴിവാക്കാനായി ശസ്ത്രക്രിയയിൽ ഡോക്ടർ ഷീജ വർഗീസ്, ഡോക്ടർ റോഷ്നി സുഭാഷ്, ഡോക്ടർ അശ്വിൻ ആന്റണി, ഡോക്ടർ ധരണി, നഴ്സുമാരായ ഷിജി, ജെറിൻ എന്നിവർ ഡോക്ടർ സിറിയക്കിനെ സഹായിച്ചു. ന്യൂസ് ബ്യൂറോ, അടൂർ.